ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. യുദ്ധ സാഹചര്യത്തിൽ നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ. വേടൻ കേസിൽ വീഴ്ച, റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റി. ലഹരി വിപത്തിന്റെ വേരറുക്കാൻ പൊതുസമൂഹവും ഇടപെടലുകൾ നടത്തണം. മന്ത്രി വി അബ്ദുറഹ്മാൻ. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം LDF ജില്ലാ റാലി മെയ് 9 കണ്ണൂരിൽ. 19 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ, നട്ടലിലെ ട്യൂമർ കൺതടത്തിലൂടെ നീക്കം ചെയ്തു. ആരോഗ്യരംഗത്തെ ആദ്യ സംഭവം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും. മോക്ക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ആഭ്യന്തര, റവന്യൂ, ആരോഗ്യക്ഷേമ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, സംസ്ഥാന പോലീസ് മേധാവി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ, ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറിയും കമ്മീഷണറും, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ, ജില്ലാ കളക്ടർമാർ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. പൂരക്കാഴ്ചകളിൽ മനം നിറഞ്ഞ് തൃശൂർ. ജനസാഗരത്തെ ആവേശത്തിലാഴ്ത്തി വർണ്ണവൈവിധ്യങ്ങളുടെ കുടമാറ്റം. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ 15 ഗജവീരന്മാർ ഇരുഭാഗങ്ങളിലായി നിരന്ന് കാഴ്ചയുടെ വർണ്ണവിസ്മയം തീർത്തു. നാളെ പുലർച്ചെ നടക്കാൻ പോകുന്ന ഗംഭീര വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. പതിവ് തെറ്റിക്കാതെ പൂരനഗരിയെ ഉണർത്താൻ കണിമംഗലം ശാസ്താവ് പുലർച്ചെ തന്നെ എത്തി. പിന്നെ ഒന്നിനു പിന്നാലെ ഒന്നായി ഘടകപൂരങ്ങളിട്ടും പൂരനഗരി നിറഞ്ഞു. ചെമ്പൂക്കാവിലുമ്മയുടെ തിടമ്പെടുത്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിയെ ആവേശസാഗരമാക്കി. ചെറുപൂരങ്ങളെല്ലാം വന്ന് തീരുമ്പോഴേക്കും കോങ്ങാട് മധുവും സംഘവും തിരുവമ്പാടി ദേവിയുടെ മഠത്തിൽ വരവിന് പഞ്ചവാദ്യ താളമിട്ടിരുന്നു. പൊള്ളുന്ന വെയിലിലും താളമേളങ്ങളുടെ തണുപ്പ് തേടി ആയിരങ്ങൾ ശ്രീമൂലസ്ഥാനത്ത് അണിനിരുന്നു. പഞ്ചവാദ്യ സംഗീതത്തിന്റെ സന്തോഷമണയും മുമ്പേ കിഴക്കൂട്ട് അനിയന്മാരും കൂട്ടരും ഇലനിത്തറയിൽ പതികാലത്തിൽ കൂട്ടിത്തുടങ്ങി. ചെമ്പടകൊട്ടി പാണ്ടിയുടെ പാരവത്തിലെത്തിയപ്പോൾ ആകാശത്തേക്ക് കൈ ഉയർത്തി 10,000 കൂടെ താളമിട്ടു. 2.5 മണിക്കൂറിലേറെ നീണ്ട ഇലനിത്തറമേള കഴിഞ്ഞ് ഭഗവതിമാർ തെക്കോട്ടിറങ്ങിയപ്പോഴേക്കും മണി 5 പിന്നിട്ടിരുന്നു. പിന്നെ വർണ്ണക്കുടമാറ്റം. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല പല നിറങ്ങളിൽ പാറമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ച് കുടകൾ മാറ്റി. സാമ്പ്രദായിക കുടകൾക്കപ്പുറത്ത് സ്പെഷ്യൽ കുടകൾ നിരത്തി പൂരനഗരിയിൽ പ്രകമ്പനം തീർത്തു തിരുവമ്പാടിയും പാറമേക്കാവും. തൃക്കാക്കരപ്പനും പത്മഗണപതിയും രുദ്രഗണപതിയും ദേവീരൂപങ്ങളും കുടകളിൽ നിറഞ്ഞു. ഇരുട്ട് വീണപ്പോഴേക്കും പൂരനഗരിയിൽ പ്രഭ തൂകി. LED കുടകൾ ആകാശത്തുയർന്നു. ആരവം മുഴക്കി ജനക്കൂട്ടം പൂരസന്തോഷത്തോടെ ഹൃദയത്തിലേറ്റി. ഒടുവിൽ തുല്യം ചാർത്തി ഭഗവതിമാർ ദേശങ്ങളിലേക്ക് മടങ്ങി. സാമ്പിളിനെ വെല്ലുന്ന വെടിക്കെട്ട് ആസ്വദിക്കാൻ രാവുറങ്ങാതെ കാത്തിരിക്കുന്നു നഗരം. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. നട്ടലിലെ ട്യൂമർ കണ്ടെത്തലിലൂടെ നീക്കം ചെയ്തത് സുപ്രധാന സാധ്യതകൾ തുറന്നിട്ട് US-ലെ ശസ്ത്രക്രിയ വിദഗ്ധർ. 19-കാരിയായ കാർല ഹോർലിസിനെ ബാധിച്ച ഗുരുതര ട്യൂമറാണ് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ നീക്കം ചെയ്തത്. ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് വലിയ വഴിത്തിരിവാണ് ശസ്ത്രക്രിയയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. കാഴ്ച മങ്ങുന്നതും രണ്ടായി കാണുന്നതിനും പരിഹാരം തേടിയാണ് കാർല ഹോർലിസ് ആശുപത്രിയിലെത്തുന്നത്. കാഴ്ചയിലെ ചെറിയ പ്രശ്നമെങ്കിലുമാണ് കരുതി ആശുപത്രിയിലെത്തിയ ഹോർലിസിനെ പക്ഷേ ഞെട്ടിക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടായിരുന്നു കാത്തിരുന്നത്. കോർഡോമ എന്നറിയപ്പെടുന്ന അപൂർവമായ ഒരു ട്യൂമർ. ഇത് കണ്ണിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാലായിരുന്നു ഹോർലിസിന്റെ കാഴ്ചയെ ബാധിച്ചിരുന്നത്. ട്യൂമർ നീക്കം ചെയ്യണമെങ്കിൽ 1-ലധികം ശസ്ത്രക്രിയ ആവശ്യമായിരിക്കുമെന്ന് മുഹമ്മദ് ലബീബിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം ഫ്ലോറിസിനെ അറിയിച്ചു. ഏപ്രിൽ നടന്ന ആദ്യ ശസ്ത്രക്രിയയിൽ ട്യൂമറിന്റെ വലിയൊരു ഭാഗം പുറത്തെടുത്തെങ്കിലും അതിനിടെ രണ്ടാമതൊരു മുഴ കൂടി ഡോക്ടർമാർ കണ്ടെത്തി. നട്ടലിന് സമീപം കണ്ടെത്തിയ ട്യൂമർ ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വഴിവെക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പരിമിതമായ ശസ്ത്രക്രിയാ മാർഗങ്ങൾ മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ ഡോക്ടർമാരുടെ സംഘം ഇടത്തെ കൺതടത്തിലൂടെ ട്യൂമർ പുറത്തെടുക്കാൻ തീരുമാനിച്ചു. കഴുത്തിലൂടെയോ വായിലൂടെയോ മൂക്കിലൂടെയോ എടുക്കുന്നത് അപകടമായിരിക്കുമെന്നും വിലയിരുത്തുന്നതിന് പിന്നാലെയാണ് കൺതടത്തിലൂടെ ട്യൂമർ പുറത്തെടുക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. സൂക്ഷ്മമായ എല്ലാ പരിശോധനകൾക്കും ശേഷം നടന്ന ശസ്ത്രക്രിയ ഏകദേശം 19 മണിക്കൂറാണ് നീണ്ടുനിന്നത്.
കണ്ണിലും നട്ടെല്ലിനും ചുറ്റുമുള്ള ലോലമായ ഭാഗങ്ങളിലൊന്നും സമ്മർദ്ദം ചെലുത്താതെ നട്ടെല്ലിലെ ട്യൂമർ അവർ വിദഗ്ധമായി നീക്കം ചെയ്തു. അവശേഷിക്കുന്ന ട്യൂമർ കോശങ്ങളെ കൂടെ ഇല്ലാതാക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രോട്ടോൺ തെറാപ്പിക്കും അവർ വിധേയമായി. ഇപ്പോഴും ചെറിയ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അർബുദം വരാനുള്ള സാധ്യതയൊന്നും പുതിയ സ്കാനുകൾ കാണുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്റെ കേരളം പോലീസ് മൈതാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 8 മുതൽ 14 വരെ ജില്ലയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ പോലീസ് മൈതാനിയിൽ പൂർത്തിയായി. വകുപ്പുകളുടെ തീം സ്റ്റാളുകളും വിപണന സ്റ്റാളുകളും ക്രമീകരിച്ചു തുടങ്ങി. മെയ് 8 വൈകിട്ട് 5 മണിക്ക് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേള ഉദ്ഘാടനം ചെയ്യുന്നതോടെ പവലിയനിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റാളുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിലുള്ള ശീതീകരിച്ച പവലിയനിലാണ് മേള നടക്കുന്നത്. IPRD, PWD, സെൻട്രൽ ജയിൽ, അസാപ്, സപ്ലൈകോ, എക്സൈസ്, കുടുംബശ്രീ, ഫോറസ്റ്റ് വകുപ്പ്, ബുക്ക് ഫെയർ, കെൽട്രോൺ, ആയുഷ്, ഹരിത കേരള മിഷൻ, മ്യൂസിയം തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ എന്നിങ്ങനെ 251 സ്റ്റാളുകളാണുള്ളത്. വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിന്റെ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കും. സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, കിഫ്ബി, കൃഷി, സ്പോർട്സ്, IPRD, KSFDCയുടെ മിനി തിയേറ്റർ, അഗ്നിരക്ഷാ സേനയുടെ ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയവയാണ് പവലിയന് പുറത്ത് ഒരുങ്ങുന്നത്. കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ഭക്ഷണ വൈവിധ്യങ്ങളും മേളയോടനുബന്ധിച്ചുണ്ടാകും. മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. മുന്നേറ്റത്തിന്റെ മുഖമാവാം, പുരോഗതി പകർത്താം. വിവിധ മത്സരങ്ങളുമായി എന്റെ കേരളം മേള. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 8 തുടങ്ങുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. 1 മിനിറ്റ് റീൽസ്, ഫോട്ടോഗ്രാഫി, സെൽഫി മത്സരം, മുഖത്തെഴുത്ത് മത്സരം എന്നിവയാണ് ജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നത്. മുഖത്തെഴുത്ത് മത്സരത്തിൽ 2 പേരടങ്ങുന്ന ടീമാണ് പങ്കെടുക്കേണ്ടത്. 12 രാവിലെ 11 മണിക്ക് മത്സരം ആരംഭിക്കും. രാവിലെ 10 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. പ്രകൃതി സൗഹൃദവും ചർമ്മ സൗഹൃദവുമായ സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കണം മുഖത്തെഴുത്ത്. 60 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയാണ് മത്സര സമയം. എന്റെ കേരളം നടക്കുന്ന പോലീസ് മൈതാനിയിലാണ് മത്സരം നടക്കുക. ആവശ്യമായ എല്ലാ സാമഗ്രികളും മത്സരാർത്ഥികൾ കൊണ്ടുവരണം. മത്സരത്തിന് പ്രായപരിധിയില്ല. എന്റെ കേരളം മെഗാ എക്സിബിഷൻ ക്യാമറയിൽ പകർത്തി 1 മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകൾ തയ്യാറാക്കൽ, ഫോട്ടോ, സെൽഫി എന്നിവ പകർത്തൽ എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ സൃഷ്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കണം. ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച റീൽ, ഫോട്ടോഗ്രാഫി, സെൽഫി മത്സര വിജയികൾക്ക് മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പുരസ്കാരം നൽകും. നാട് നേടിയ പുരോഗതിയുടെ നേരനുഭവങ്ങൾ പകർത്തുവാനുള്ള അവസരം ഒരുക്കുകയാണ് മത്സരങ്ങളുടെ ലക്ഷ്യം. മെയ് 14 സമാപന ദിവസം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സ്വരപുഷ്പങ്ങൾ പെയ്തിറങ്ങും, സംഗീത സായാഹ്നം. ഒരു നറുപുഷ്പമായി പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്റെ കേരളത്തിൽ. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സൗന്ദര്യവും ചലച്ചിത്രഗാന സൗകുമാര്യവും മലയാളികൾ ഹൃദയത്തിലേറ്റിയ സംഗീതജ്ഞൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്റെ കേരളം വേദിയിൽ അരങ്ങുണർത്തും. സംഗീത പ്രേമികളുടെ മനം കവരാൻ ഉദ്ഘാടന ദിവസമായ മെയ് 8 രാത്രി 7 മണിക്ക് ഒരു നറുപുഷ്പമായി മെഹ്ഫിൽ ഖയാലും ഗസലും സിനിമാ സംഗീതവും കൈകോർക്കും. മക്കളായ മധുവന്തി നാരായണനും മധുശ്രീ നാരായണനും പണ്ഡിറ്റ് രമേശ് നാരായണനോടൊപ്പം സംഗീതവേദിയെ ധന്യമാക്കും. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായ പണ്ഡിറ്റ് രമേശ് നാരായണൻ ഗർഷോം, ഇലയും മുള്ളും, മഗ്രിബ്, മേഘമൽഹാർ, മകൾക്ക്, അന്യർ, ശീലാപതി എന്നീ ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കൂത്തുപറമ്പിൽ ജനിച്ച സംഗീതജ്ഞൻ തന്നെ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുമ്പോൾ മേളയ്ക്ക് തിളക്കമേറും. കണ്ണൂരിന്റെ കലാകാശത്ത് സംഗീതത്തിന്റെ അസുലഭ വിരുന്നൊരുക്കുന്ന പരിപാടിക്കായി നാട് ഒരുങ്ങിക്കഴിഞ്ഞു. 14 വരെ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വ്യവസായ സാധ്യതകൾക്ക് പുതുവെളിച്ചം, എന്റെ കേരളം സ്റ്റാർട്ടപ്പുകളുടെ നാട് സെമിനാർ 8 രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 8 മുതൽ 14 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ അരങ്ങേറുന്ന മെഗാ എക്സിബിഷൻ വ്യവസായ സാധ്യതകൾക്കുള്ള വാതിലുകൾ തുറക്കാനൊരുങ്ങുകയാണ്. ഉദ്ഘാടന ദിനമായ മെയ് 8 രാവിലെ 10 മണിക്ക് എന്റെ കേരളം സ്റ്റാർട്ടപ്പുകളുടെ നാട് എന്ന വിഷയത്തിൽ വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ പ്രതീക്ഷകളും സാധ്യതകളും നിറക്കുന്ന പ്രധാന ആകർഷണമായി മാറും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങൾക്ക് സൗജന്യ പ്രവേശനമുള്ള സെമിനാർ 3 സെഷനുകളായാണ് നടക്കുക.
ആദ്യ സെഷനിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസിസ്റ്റന്റ് മാനേജർ ജി അരുൺ സെമിനാർ അവതരിപ്പിക്കും. വിജയകരമായി സംരംഭം നടത്തിയ സോഫ്റ്റ് ഫ്രൂട്ട് സ്റ്റാർട്ടപ്പ് സംരംഭകൻ അംജാദ് അലി തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. തളിപ്പറമ്പ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ എം സുനിൽ വ്യവസായ വകുപ്പിന്റെ പദ്ധതികളും വിവിധ സേവനങ്ങളും വിശദമാക്കും. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സംരംഭം ആരംഭിച്ചിട്ടുള്ളവർക്കും പുതിയ അവസരങ്ങളെയും സർക്കാർ സഹായങ്ങളെയും കുറിച്ച് സമഗ്രമായ ബോധവൽക്കരണം നൽകുക എന്നതാണ് ഈ സെമിനാറിന്റെ പ്രധാന ലക്ഷ്യം. ലൈസൻസ് ലഭ്യമാക്കൽ, പ്രോത്സാഹന പദ്ധതികൾ, സഹായങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ വിശദമായി അവതരിപ്പിക്കപ്പെടും. വ്യവസായ ലോകത്തേക്ക് അതിജീവന ശേഷിയോടെ കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ചെറു സംരംഭകർക്കും പുതിയ ചിന്താധാരകൾക്കും പുതിയ സംരംഭങ്ങളുടെ തുടക്കം കുറിക്കാനുള്ള മികച്ച മാർഗനിർദ്ദേശങ്ങൾക്കും സെമിനാർ ഉറച്ച പിന്തുണയായി മാറും. പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ.സി. അജിമോൻ അധ്യക്ഷനാകും. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ഇ.ആർ. നിധിൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ഉപജില്ലാ വ്യവസായ ഓഫീസർ ശരത് ശശിധരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ എം. സുർജിത്ത് എന്നിവർ പങ്കെടുക്കും. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കുന്നതിന് പൊതുസമൂഹവും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ പറഞ്ഞു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ യാത്രയ്ക്ക് കല്യാശ്ശേരി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ കൂടുതലായും രാസലഹരിക്ക് അടിമപ്പെടുന്നതായുള്ള വാർത്തകളാണ് ദിവസവും പുറത്തുവരുന്നത്. പോലീസ്, എക്സൈസ് സംവിധാനങ്ങൾ പരിശോധനകളും നടപടികളും കർശനമാക്കിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ പിടികൂടി നശിപ്പിക്കുന്നതിനും ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ മുറിക്കുന്നതിനും ലഹരി വ്യാപനം നടത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ശക്തമായ ഇടപെടലാണ് നടക്കുന്നത്. കുട്ടികളെ കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യാത്രയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. എം. വിജിൻ എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഭാഗമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പരിസരത്ത് നിന്ന് മെഗാ വാക്കത്തോണും സംഘടിപ്പിച്ചു. കെ. ശൈലജ ടീച്ചർ എം.എൽ.എ. ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈക്കിൾ റാലി, റോളർ സ്കേറ്റിംഗ് എന്നിവയുടെ അകമ്പടിയോടെ കായിക താരങ്ങൾ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത വാക്കത്തോൺ കാൾടെക്സ്, പോലീസ് സ്റ്റേഡിയം, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി, കളരി, യോഗ എന്നിവയുടെ പ്രദർശനവും സൂംബ ഡാൻസും പരിപാടിയുടെ ഭാഗമായി നടന്നു. കണ്ണൂർ നഗരസഭാ അധ്യക്ഷൻ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കെ. വി. സുമേഷ് എം.എൽ.എ., ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. രത്നകുമാരി എന്നിവർ പങ്കെടുത്തു. കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ്, എക്സൈസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കാസർഗോഡ് മുതൽ എറണാകുളം വരെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. യാത്ര മെയ് 22-ന് എറണാകുളത്ത് സമാപിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സിന് പഴയങ്ങാടിയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. എം. വിജിൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, സ്പോർട്സ് അക്കാദമികൾ, ക്ലബ്ബുകൾ, ഗ്രന്ഥാലയങ്ങൾ, കായിക താരങ്ങൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ അണിനിരന്നാണ് സ്വീകരിച്ചത്. പഴയങ്ങാടി റെയിൽവേ ഗ്രൗണ്ടിൽ മന്ത്രി സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി. ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള സംഗീത ശില്പവും, മാട്ടൂൽ മലബാർ കളരി അക്കാദമിയുടെ കളരി അഭ്യാസ പ്രകടനം, കണ്ണപുരം യുണൈറ്റഡ് തൈക്കോണ്ടോ അക്കാദമിയുടെ തൈക്കോണ്ടോ പ്രദർശനം എന്നിവ അരങ്ങേറി. എരിപുരം യൂണിക് സ്പോർട്സ് സെന്റർ, എരിപുരം സ്പോർട്സ് അക്കാദമി, മലബാർ സോക്കർ അക്കാദമി കണ്ണൂർ, ടീം മടക്കര, ധീര മാട്ടൂൽ, ചെറുതാഴം സെൻട്രൽ സ്പോർട്സ് സിറ്റി, യുവതാര പഴയങ്ങാടി, കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ഷാജിർ, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി. ഗോവിന്ദൻ, ചെറുതാഴം പ്രസിഡന്റ് എം. ശ്രീധരൻ, പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശ്രീമതി, കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുലജ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രതി, ജില്ലാ പഞ്ചായത്ത് അംഗം സി. പി. ഷിജു, പ്രൊഫസർ ബി. മുഹമ്മദ് അഹമ്മദ്, എം. കെ. രമേഷ് കുമാർ, പി. വി. വിനോദ്, മുഹമ്മദ് അഷ്റഫ് എ, കെ. വി. ബൈജു, പി. വി. അബ്ദുള്ള, മുൻ കായിക താരങ്ങളും കോച്ചുകളുമായ എസ്. വി. നിസാർ, എ. സി. മുഹമ്മദ് അലി, സിയാസ്, ടാർസൻ മാടായി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ. രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പുതിയ തെരു ഹൈവേ ജംഗ്ഷനിൽ കെ. വി. സുമേഷ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. ഹൈവേയിൽ ജനപ്രതിനിധികളും സ്പോർട്സ് അക്കാദമികൾ, ക്ലബ്ബുകൾ, ഗ്രന്ഥാലയങ്ങൾ, കായിക താരങ്ങൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ അണിനിരന്നാണ് സ്വീകരിച്ചത്. അഴീക്കോട് മണ്ഡലത്തിൽ നടന്ന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കെ. വി. സുമേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു.
പരിപാടിയിൽ കായിക താരം ബിനീഷ് കിരൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രുതി, കെ അജീഷ്, എ വി സുശീല തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ആസ്മ ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആസ്മ ദിനാചരണവും ജില്ലാതല ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ മുഖ്യ അതിഥിയായി. ജില്ലാ TB സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലാ TB ഓഫീസർ ഡോക്ടർ സോനു ബി നായർ അധ്യക്ഷനായി. ജില്ലാ തലത്തിൽ തയ്യാറാക്കിയ ആസ്മ ബോധവൽക്കരണ പോസ്റ്റർ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ പ്രകാശനം ചെയ്തു. ജില്ലാ TB സെന്റർ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ KM ബിന്ദു ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആസ്മ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ TB ഓഫീസറുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് ആസ്മ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ഇൻഹേലർ ഉപയോഗം ലഭ്യമാക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആസ്മ രോഗ നിയന്ത്രണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ രീതിയിൽ ഇൻഹേലർ ഉപയോഗിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും തുടർച്ചയായി ഉപയോഗിക്കുക. പൊടി, പുക, പൂമ്പൊടി, കടുത്ത ചൂട്, തണുപ്പ് എന്നീ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്ത് ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരുക. പോഷക സമൃദ്ധമായ ആഹാരം ശീലിക്കുക. തണുത്ത ഭക്ഷണം, ആസ്മയ്ക്ക് കാരണമാകാവുന്ന മറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കാം. കഠിനമായ ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, സംസാരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തുക. കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക. മാനസിക സമ്മർദ്ദം കുറക്കാൻ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അവധിക്കാല ശാസ്ത്രോത്സവം തുടങ്ങി. കേരള സാഹിത്യശാസ്ത്ര പരിഷത്തും പരിഷത്ത് വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ശാസ്ത്രോത്സവം കണ്ണൂർ പരിഷത്ത് ഭവനിൽ ആരംഭിച്ചു. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഡോക്ടർ MK സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MP ഏഴിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക ജേതാവ് MP സനൽകുമാർ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. സുനീഷ് വടക്കമ്പാടൻ വാർഡിലൂടെ കുട്ടികളോട് സംവദിച്ചു. നിഖിൽ ME നല്ല വ്യക്തിത്വ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. MA രാമാനുജൻ, KR അശോകൻ, P ഗോപാലൻ എന്നിവർ സംസാരിച്ചു. നാളെ രാവിലെ 10 മണിക്ക് വിജയകുമാർ ബ്ലാത്തൂർ, ഡോക്ടർ K ദേവരാജൻ, സിന്ധു അരക്കൻ തുടങ്ങിയവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. വൈകുന്നേരം 4 മണിക്ക് സമാപിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി LDF ജില്ലാ റാലി മെയ് 9 വൈകിട്ട് 4 മണിക്ക് കണ്ണൂരിൽ നടക്കുമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ അടിമുടി മാറ്റിയ 9 വർഷമാണ് പൂർത്തിയാകുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തെത്തുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനം ഏറെയാണ്. പശ്ചാത്തല സൗകര്യം വികസനത്തിന് പുറത്തേക്ക് കണ്ണൂരിന്റെ സാധ്യതകളെ അടയാളപ്പെടുത്തിയ കാലമാണിത്. പുതിയ കാലത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള പദ്ധതികൾക്കൊപ്പം ജനങ്ങളുടെ അടിയന്തരാവശ്യങ്ങളും പരിഗണിച്ചുള്ള മാസ്റ്റർ പ്ലാൻ ഒരുക്കാൻ LDF സർക്കാരിന് കഴിയുമെന്നതാണ് ജില്ലയിൽ പൂർത്തിയായതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ പദ്ധതികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നേരത്തെ UDF ഭരണകാലത്ത് കണ്ണൂർ ജില്ലയെ പാടെ അവഗണിക്കുകയായിരുന്നു പതിവ്. പേരിന് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പോലും കടലാസിൽ ഒതുങ്ങി. LDF സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളാവട്ടെ പിന്നീട് വന്ന UDF സർക്കാരുകൾ പകുതിയിൽ മുടക്കുന്ന അനുഭവങ്ങളാണുള്ളത്. ഇന്നിപ്പോൾ ആശുപത്രികളായാലും റോഡുകളായാലും ജനങ്ങൾ നേരിട്ടിടപെടുന്ന മേഖലകളെല്ലാം വികസന പാതയിലാണ്. താലൂക്ക് ആശുപത്രികൾ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ സൗകര്യ ആശുപത്രികളോട് കിടപിടിക്കാവുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, തലശ്ശേരി ജനറൽ ആശുപത്രി, മാങ്ങാട്ടുപറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രി, പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ 9 വർഷത്തിനിടയിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. അനാഥായകരും എന്ന പേരിൽ അടച്ചുപൂട്ടാനുള്ള പട്ടികയിൽപ്പെട്ട നിരവധി സ്കൂളുകൾ ജില്ലയിലുണ്ടായിരുന്നു. ഇന്ന് ആ സ്കൂളുകളെല്ലാം കുട്ടികളുടെ എണ്ണത്തിലും അക്കാദമിക് നിലവാരത്തിലും മുന്നിലെത്തി. സർക്കാർ കൈത്താങ്ങിൽ നിരവധി സ്കൂളുകളാണ് ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. പശ്ചാത്തല സൗകര്യ വികസനമെത്ത ഹൈസ്കൂളുകൾ ജില്ലയിൽ ഇല്ലതെന്ന് തന്നെ പറയാം. പശ്ചാത്തല സൗകര്യത്തിൽ മാത്രമല്ല അക്കാദമിക് നിലവാരത്തിലും കേന്ദ്രീകരിച്ച് സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നത്. കണ്ണൂർ വിമാനത്താവളം കെട്ടിട നിർമ്മാണം പോലും പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്ത കാലം നമുക്ക് മറക്കാനാവുന്നതല്ല. ഹെലികോപ്റ്റർ ഇറക്കിയിരുന്നു UDF ഉദ്ഘാടനം. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തതിനു പുറമെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനും LDF സർക്കാർ പദ്ധതികൾ ഒരുക്കി. കാർഗോ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കി. 3 വർഷമായി ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ആണ് കണ്ണൂർ വിമാനത്താവളം. സ്ഥിരം ഹജ്ജ് ഹൗസിനുള്ള തറക്കല്ലിടൽ 9 നടക്കും. പതിറ്റാണ്ടുകളായി ഫയലിൽ ഇറങ്ങിയ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലെത്തിയത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ്.
ദേശീയപാത 4 വരിയാകുന്നതിന്റെ പ്രവർത്തനം അതിദ്രുതം മുന്നേറുന്നു. ജില്ലയിലെ റോഡുകളും മികച്ച നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. മലയോര ഹൈവേ പൂർത്തിയായി, തീരദേശ ഹൈവേ പുരോഗമിക്കുന്നു. കണ്ണൂർ നഗര റോഡ് വികസനത്തിന് 739 കോടിയുടെ പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. ജില്ലയിൽ 30 തീരദേശ റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത്. ആർളം ഫാമിൽ ആനമതിലിന്റെയും സോളാർ തൂക്കുവേലിയുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുന്നണി നേതാക്കളായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ, MP രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജോയ്സ് പുത്തമ്പുരമ്പ, PP ദിവാകരൻ, KP മോഹനൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കാസിം ഇരിക്കൂർ, അഡ്വക്കേറ്റ് AJ ജോസഫ്, KC ജേക്കബ് മാസ്റ്റർ, SMK മുഹമ്മദ് അലി, C വത്സലൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ N ചന്ദ്രൻ, CP സന്തോഷ് കുമാർ, PS ജോസഫ്, K സുരേഷ്, ബാബുരാജ് ഉളിക്കൽ, M ഉണ്ണികൃഷ്ണൻ, CVM വിജയൻ, ഇക്ബാൽ പോപ്പുലർ, KP അനിൽകുമാർ, രാജി ജോസഫ്, SMK മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ജില്ലാ റിസോഴ്സ് അധ്യാപക സംഗമം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം റിസോഴ്സ് അധ്യാപക സംഗമം ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സമഗ്ര ശിക്ഷ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് അധ്യക്ഷനായി. ടൗൺ HSS, മുനിസിപ്പൽ HSS, താവക്കര ഗവൺമെന്റ് UP സ്കൂൾ, മോഡൽ UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് സംഗമം. SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ഷാജി മുഖ്യാതിഥിയായി. ഡയറ്റ് പ്രിൻസിപ്പൽ PV പ്രേമരാജൻ, DD ഇൻചാർജ് KP നിർമ്മല, KC സുധീർ, ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ, ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, ഡോക്ടർ SK ജയദേവൻ എന്നിവർ പങ്കെടുത്തു. KV സുമേഷ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചിറക്കൽ കാഞ്ഞിരത്തറ വായനശാലയ്ക്ക് സമീപം സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ KV സുമേഷ് MLA നിർവഹിച്ചു. ചിറക്കൽ പഞ്ചായത്ത് പിണറായി ഭരണം കേരളത്തെ നാർക്കോട്ടിക് ഹബ്ബാക്കി T സിദ്ദീഖ്. നവകേരളം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ നാർക്കോട്ടിക് ഹബ്ബാക്കി മാറ്റിയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദീഖ് MLA. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലിഫ് ഹൗസിന്റെ അടുക്കള മുതൽ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു. അഴിമതി നടത്തിയതിന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശിവശങ്കർ 7 മാസം ജയിലിൽ കിടന്നു. മറ്റൊരു ഉദ്യോഗസ്ഥനായ KM എബ്രഹാമിനെതിരെ അഴിമതി കേസിൽ CBI അന്വേഷണം നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ക്ലിഫ് ഹൗസിലെ വീട്ടിലിരുന്ന് മകളും സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരും അഴിമതി നടത്തുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നതെന്നും T സിദ്ദീഖ് പറഞ്ഞു. രാസലഹരിയുടെ ഹബ്ബ് ഏതാണെന്ന് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും മറുപടി പറയുക കേരളമാണെന്നായിരിക്കും. 2 കാര്യത്തിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് നിൽക്കുന്നത്. 1, ലഹരിക്കാർക്ക് താവളം ഒരുക്കുക. 2, കേരളത്തിലെ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്ന യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുക എന്നതാണ്. ഇത്രയും നെറികെട്ട ഒരു ഭരണം ഇതിനു മുമ്പ് കേരളം ഭരിച്ച EK നായനാരുടെയോ VS അച്യുതാനന്ദന്റെയോ കാലത്ത് ഉണ്ടായിട്ടില്ലെന്നും സിദ്ദീഖ് പറഞ്ഞു. കണ്ണൂർ DCCC ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും മാർച്ചിൽ അണിനിരുന്നു. DCCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. വേടൻ പുലിപ്പല്ലി കഴുത്തിലിട്ടെന്ന കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ മുൻപാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർ അദീഷിലിനെ സ്ഥലം മാറ്റാൻ ഉത്തരവ്. മലയറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാൻ വനമന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടത്. വകുപ്പുതല അന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലം മാറ്റം. പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടോ എന്നതുൾപ്പെടെ സ്ഥിരീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റുകൾ അന്വേഷണ മധ്യേ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതിയല്ലെന്ന് കണ്ടെത്തി. പ്രഥമദൃഷ്ട സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടാണ് നടപടിയെടുത്തിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു.